അസ്സലാമു അലൈക്കും. ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങി. ഷാക്കിറയ്ക്ക് ഫാഷൻ ഡിസൈനിൽ ക്രേസ് ഉണ്ടെന്ന് മനസ്സിലാക്കി നിയാസ് അവളെ പ്രോത്സാഹിപ്പിച്ചു. ഷാക്കിറ നല്ല രീതിയിൽ തയ്ക്കുമെന്നതറിഞ്ഞോടെ ഉമ്മയും അവൾക്ക് പ്രോത്സാഹനം നൽകി. ഉമ്മാക്ക് വേണ്ടതും വേണ്ടാത്തതുമൊക്കെ അവളെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിച്ചു. കുടുംബത്തിൽ ഉള്ളവർ കൂടെ അറിഞ്ഞതോടെ ഷാക്കിറയുടെ ഡിസൈൻ ഒരുവിധം ഫേമസായി. വിവാഹത്തിന് മുന്നേ അവളുടെ കഴിവുകൾ അറിഞ്ഞിരുന്നവരും ഇപ്പോൾ അറിഞ്ഞവരുമൊക്കെയായി. പല പല ഡിസൈനും ചെയ്യാൻ ഒരുപാട് ഓർഡർ തന്നെ അവൾക്ക് കിട്ടി. വീട്ടിൽ അവൾക്ക് ഒന്നിനും സമയമില്ലാതായി. അതുകൊണ്ട് തന്നെ ഉമ്മ അതിന് ഒരു ഉപാധി എന്ന പോലെ ടൗണിൽ ഒരു റൂം വാടകയ്ക്ക് കൊടുക്കാൻ അവളോട് പറഞ്ഞു. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാനും സഹായിക്കാം. ഒപ്പം തൽക്കാലത്തേക്ക് നമുക്കൊരു സഹായിയെ വയ്ക്കാം. എനിക്ക് ഈ വീട്ടിലിരുന്ന് മടുത്തു. ഉമ്മ പറയുന്നത് അവളൊരു അത്ഭുതത്തോടെ കേട്ടു. ഒരു ഷോപ്പ് തുറന്ന് പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ കൂടെ ഉമ്മയും തന്നോടൊപ്പം വരുമെന്നുള്ളതും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിലും വാടകയ്ക്ക് എടുത്തിട്ടൊക്കെ ഒരു സ്ഥാപനം തുടങ്ങാൻ അവൾക്കൊരു ഭയം. വിചാരിച്ച പോലെ അതിൽ ലാഭമൊന്നുമില്ലെങ്കിലും മാസം റെൻറ്റ് കൊടുക്കണ്ടേ? വീട്ടിലാകുമ്പോൾ ഓർഡർ കുറഞ്ഞാലും കുഴപ്പമില്ല. തനിക്ക് കിട്ടുന്നത് കുറയും, ചിലപ്പോൾ കൂടും. അത് രണ്ടായാലും എനിക്ക് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഷാക്കിറയിൽ നിന്നും അനുകൂലമായൊരു മറുപടി പോയിട്ട് അതിനുള്ളൊരു മറുപടിയും കിട്ടാതെയോടെ അവളുടെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ ഉമ്മ ആലോചിച്ചു. പതിവ് പോലെ രാത്രിയിൽ 4 പേരും കൂടി ഭക്ഷണം കഴിക്കുമ്പോൾ ഉമ്മ ഷാക്കിറയ്ക്ക് ടൗണിലൊരു ഷോപ്പ് തുടങ്ങിയാലോ എന്നൊരു സജഷൻ എടുത്തിട്ടു. ഷാക്കിറ ദയനീയമായി അവരെ നോക്കിയെങ്കിലും അവൾ നോക്കുന്നുണ്ട് എന്ന അറിവുള്ളത് പോലെ തന്നെ മൈൻഡ് ചെയ്യാതെ തൻ്റെ മോനെയും ഭർത്താവിനെയും നോക്കി അവരുടെ അഭിപ്രായം എന്തെന്നറിയാൻ. അവർക്ക് 2 പേർക്കും അതിന് പോസിറ്റീവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കാര്യം എന്തേ ഉമ്മ ആദ്യം ചോദിക്കാതിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നിയാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാ, എന്നാൽ പിന്നെ നാളെ തന്നെ നമുക്ക് അതിനുള്ള വേണ്ടത് ചെയ്യാം. വാടകയ്ക്ക് എടുക്കുന്നതിന് പകരം നമ്മുടെ ടൗണിലെ ജയൻ്റെ ആ കെട്ടിടം വിൽക്കുന്നുണ്ട്. നാളെ നമുക്ക് 2 പേർക്കും കൂടി അതൊന്ന് പോയി നോക്കാം. അത് നല്ലൊരു ഐഡിയ ആണ് എന്ന് നിയാസ് സമ്മതിച്ചു. രാവിലെ തന്നെ അവിടെ പോകാമെന്ന് പറഞ്ഞ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഉപ്പയും മകനും സ്കൈ കഴുകി സോഫയിൽ വന്നിരുന്നു. എല്ലാവരും പറയുന്ന അഭിപ്രായങ്ങൾ കേട്ടു എന്നല്ലാതെ ഷാക്കിറ ഒന്നും മിണ്ടിയിരുന്നില്ല. ഒന്നാമത് തനിക്ക് തന്നിൽ അത്ര ആത്മവിശ്വാസം പോരാ. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ സഹോദരിമാർ നിർബന്ധിച്ചപ്പോൾ അതിനൊന്നും നിൽക്കാതിരുന്നത്. ഇതിപ്പോൾ ഒരു കട തുടങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര പണം വേണ്ടി വരും? എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ശരിയാക്കേണ്ടി വരും? എല്ലാം കൂടെ ഓർത്ത് ഷാക്കിറയ്ക്ക് മനസ്സിലൊരു വിങ്ങൽ. താൻ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ. എന്താടോ പതിവില്ലാത്തൊരു ആലോചന? കിടക്കാൻ വേണ്ടി റൂമിലെത്തിയപ്പോൾ താൻ വന്നതുപോലും അറിയാതെ ചിന്തിച്ചിരിക്കുന്ന ഷാക്കിറയെ നോക്കി അവൻ പറഞ്ഞു. അത് പിന്നെ ഉമ്മ പറഞ്ഞതുപോലെ എനിക്ക് വേണ്ടി ആ കെട്ടിടം വാങ്ങിക്കൊന്നും വേണ്ട. തുടങ്ങിയിട്ട് ഇപ്പോൾ കിട്ടുന്ന ഓർഡറൊന്നും കിട്ടിയില്ലെങ്കിലോ? വീട്ടിലാകുമ്പോൾ ഉള്ള ഓർഡർ കിട്ടുന്നതും ചെയ്തിരിക്കാം. വേറെ ടെൻഷനൊന്നും ഉണ്ടാവില്ലല്ലോ. അവൾ അവളുടെ മനസ്സിലുള്ളതുപോലെ പറഞ്ഞു. മറുപടിയായി നേരത്തെ ഒരു ചിരിയായിരുന്നു അവനിൽ നിന്ന് ലഭിച്ചത്. അവളുടെ അടുത്ത് പോയിരുന്ന് അവളുടെ കൈ എടുത്ത് കയ്യിൽ വെച്ചു. ഇങ്ങനെ ടെൻഷനൊന്നും ആവണ്ടടോ. നീ തനിച്ച് അല്ലല്ലോ, ഉമ്മയും ഉപ്പയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നഷ്ടം വന്നാലും തനിക്ക് മാത്രം കേൾക്കേണ്ടി വരില്ല. തൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല. പിന്നെ കെട്ടിടം വാങ്ങിയെന്ന് വിചാരിച്ച് നിനക്ക് ഓർഡർ ഇല്ലാതെ ക്ലച്ച് പിടിക്കാതെ അടിച്ചാലും പേടിക്കണ്ട. അവിടെ ദിവസം തോറും ബിൽഡിങ്ങിന് ഡിമാൻഡ് കൂടി വരികയാണ്. അപ്പോൾ നമുക്കത് റെൻറ്റിന് കൊടുക്കാം. നഷ്ടമായാലും പ്രോഫിറ്റ് ആയാലും തുടങ്ങി നോക്കിയാലല്ലേ അറിയാൻ പറ്റൂ. പിന്നെ ഇതുകൊണ്ട് പണം മാത്രമല്ല, ടൗണിലാകുമ്പോൾ ഒരുപാട് പേരെ പരിചയപ്പെടാം, അടുത്തിടപഴകാം, പുറത്തുനിന്നുള്ള മനുഷ്യരുടെ സ്വഭാവം അറിയാം, പുതിയ മോഡൽ അറിയാം. പിന്നെ വേണമെങ്കിൽ നല്ല പയ്യന്മാരെ വായ നോക്കാം. അങ്ങനെയുണ്ട് കേട്ടോ പലതും മെച്ചം. അതുവരെ ഗൗരവത്തോടെ അല്ലെങ്കിലും കാര്യത്തോടെ പറഞ്ഞ് മനസ്സിലാക്കിയവൻ അവസാനം എത്തിയപ്പോൾ കുസൃതിയോടെ കൂടെയാണ് പറഞ്ഞത്. അവൻ അങ്ങനെ ഡീറ്റെയിൽസായി കൂളായി പറഞ്ഞു കൊടുത്തതോടെ അവളുടെ മനസ്സ് തെളിഞ്ഞ് മുഖത്തെ ആശ്വാസപുഞ്ചിരി വിടുന്നു. അല്ലെങ്കിലും നിയാസ്ക മുത്താണ്. അപ്പോഴത്തെ അവളുടെ സന്തോഷത്തിൽ ഒന്നും നോക്കാതെ 2 കൈകൊണ്ടും അവൻ്റെ മുഖം കുടിച്ച് തനിക്ക് നേരെയാക്കി ആ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. ചെയ്തു കഴിഞ്ഞപ്പോഴാണ് താനിപ്പോൾ എന്താണ് ചെയ്തത് എന്ന ബോധമുണ്ടായത്. അതുകൊണ്ട് തന്നെ അവൾ വേഗത്തിൽ കൊട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് പുറത്തേക്ക് ചാടി. അവളിൽ നിന്നും ആദ്യമായി കിട്ടിയ ചുംബനത്തിൽ ആ കവിളിൽ അവനൊന്ന് കൈവച്ചു പോയി. അവൾക്ക് പിന്നെ അവൻ്റെ അടുത്തേക്ക് പോകാൻ മടിയായി. താഴെ ഒന്ന് പോയി നോക്കാം. നിയാസ് ഉറങ്ങിയിട്ട് കയറി വരാമെന്നോർത്ത് സ്റ്റെപ്പുകൾ സാവകാശം
പതുക്കെ ഇറങ്ങിയവൾ. ഉമ്മയും ഉപ്പയും ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന രീതിയിൽ താഴേക്ക് വന്നവളെ നെട്ടിച്ചുകൊണ്ട് ഉമ്മ ഹാളിലെ സോഫയിൽ ഇരിക്കുന്നത് കണ്ടു. അതുവരെ തെളിഞ്ഞ മുഖത്തേക്ക് ഇരുന്ന ഉമ്മയുടെ മുഖം തന്നെ കണ്ടപ്പോൾ വീർക്കുന്നത് കണ്ടു. അവൾക്ക് ചിരി വന്നു പോയി. താൻ സമ്മതിക്കില്ല എന്നോർത്തുള്ള വീർപ്പിക്കലാണ്. ആ പിണക്കം ഒന്നുകൂടെ കൂട്ടാനായി ഇപ്പോൾ എന്താ ചെയ്യുമെന്ന് ഓർത്തിരിഞ്ഞപ്പോഴാണ് അവളുടെ ഫോൺ ബെല്ലടിച്ചത്. റീമ കോളിംഗ്. തൻ്റെ അനിയത്തിയാണെന്ന് അറിഞ്ഞതോടെ സന്തോഷത്തോടെ എടുത്തു. അവൾ ഹലോ പറഞ്ഞപ്പോഴേക്കും ഷാക്കിർ അവളെ ഒന്ന് മിണ്ടാൻ പോലും സമ്മതിക്കാതെ, ഷോപ്പ് തുറക്കുന്ന കാര്യമല്ലേ, അത് നടക്കില്ല, അത് പറയാൻ നീ ഇനി വിളിക്കണ്ട എന്ന് ഉമ്മ കേൾക്കാൻ ഗൗരവത്തിൽ പറഞ്ഞു. അവൾ ആ കോൾ കട്ടാക്കി. ഇത്താത്താക്ക് ഇത് എന്ത് പറ്റിയെന്നറിയാതെ വാ പൊളിച്ചിരുന്നു പോയി റീമ. ഉമ്മയുടെ മുഖം ഒന്നുകൂടെ വീർത്തു വരുന്നത് കണ്ടവൾ അടക്കി ചിരിച്ചു. ഉമ്മ അവളെ നോക്കി തല വെട്ടിച്ചു. അവൾ ഉമ്മയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അവൾ ഇരുന്നതോടെ ഉമ്മ അവളിൽ നിന്നും നീങ്ങിയിരുന്നു. സ്റ്റെയർ ഇറങ്ങി വരുന്ന നിയാസ് ഇത് കണ്ട് അവിടെ നിന്ന് അവരെ നിരീക്ഷിക്കാൻ തുടങ്ങി. ഷാക്കിർ വീണ്ടും ഉമ്മയോട് ചേർന്ന് ഇരുന്നു. ഇപ്രാവശ്യം ഉമ്മ സോഫയുടെ അരികിലെത്തിയിരുന്നു. ഇനി നീങ്ങാൻ സ്ഥലമില്ലാതെയായിരിക്കുന്നു. അതോടെ ഉമ്മയുടെ മുഖം ഒന്നുകൂടെ വീർത്തു, പൊട്ടാറായ ബലൂൺ പോലെ. നിയാസ് തൻ്റെ ഉമ്മയെ തന്നെ നിരീക്ഷിച്ചിരുന്നു. ആദ്യമായാണ് ഉമ്മയുടെ ഈ ഭാവങ്ങളെല്ലാം കാണുന്നത്. ഒറ്റ മകനായ തന്നോട് ഈ വിധ ഭാവങ്ങളൊന്നും എടുത്തിരുന്നില്ല. ഉമ്മാക്ക് പെൺകുട്ടികളുടെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരു പെൺകുട്ടി കൂടി ഉണ്ടാവാൻ ഉമ്മയും ഉപ്പയും ഏറെ ആശിച്ചിരുന്നു. പക്ഷെ പടച്ചോൻ തുണച്ചില്ല. തൻ്റെ വിവാഹം കഴിഞ്ഞപ്പോൾ ഉമ്മാക്ക് ഒരുപാട് സന്തോഷമായിരുന്നു, ഒരു പെൺകുട്ടിയെ കിട്ടിയല്ലോ എന്നോർത്ത്. എന്നാൽ അവൾക്ക് ഉമ്മയോട് അത്ര അടുപ്പമുണ്ടായിരുന്നില്ല. ഉമ്മ എത്രത്തോളം അടുക്കാൻ ശ്രമിച്ചാലും അതവൾക്ക് കുറ്റമായിരുന്നു. 3 വർഷത്തെ പ്രണയം ആയിരുന്നത് കൊണ്ട് തന്നെ രണ്ടുപേരുടെയും ഭാഗം തേരാതെ അങ്ങനെ നിൽക്കേണ്ടി വന്നു. തൻ്റെ മനസ്സ് മനസ്സിലാക്കിയതുപോലെ അവളെ മനസ്സിലാക്കി അകലം പാലിച്ച ഉമ്മ. അവൾക്ക് ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെയുള്ള ജീവിതം ഇഷ്ടമല്ലായിരുന്നു. തന്നെയും കൊണ്ട് തനിച്ച് ജീവിക്കാനാണ് അവൾ ഇത്രയും വാശിയും വഴക്കും ഉണ്ടാക്കിയത്. ഉമ്മയെയും ഉപ്പയെയും തനിച്ച് വിട്ട് അവളെ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ എപ്പോഴും നിർബന്ധം പിടിച്ചതും ഉമ്മയും ഉപ്പയും അവളുടെ വഴക്ക് കൊണ്ട് അവളെ കൊണ്ടുപോകാൻ പറഞ്ഞതുമെല്ലാം. ഒരിക്കൽ സമാധാനത്തോടെ അവളോട് അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അവൾ തന്ന മറുപടി തന്നെ അവൾ സ്നേഹിക്കുന്നത് പോലെ ആരും തന്നെ സ്നേഹിക്കുന്നത് ഇഷ്ടമില്ലെന്നായിരുന്നു. ഒറ്റ മോനായതുകൊണ്ട് തന്നെ ഉമ്മാക്കും ഉപ്പാക്കും താനെന്ന അച്ചുതണ്ടിന് ചുറ്റുമായിരുന്നു അവരുടെ ജീവിതം. അവൾ അങ്ങനെ ആയിരുന്നുവെങ്കിലും ഉമ്മയെയും ഉപ്പയെയും എന്നും വിളിക്കാനും കാര്യങ്ങൾ അന്വേഷിക്കാനും ലീവിന് വരുമ്പോൾ അവളുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങാതെ ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്ത് ഈ വീട്ടിൽ തന്നെയായിരുന്നു നിന്നത്. അപ്പോൾ അവൾ അവളുടെ വീട്ടിൽ നിൽക്കും. ഒരു ദിവസം പോലും ഇവിടെ നിൽക്കാറില്ല. താൻ അവളോടൊപ്പം അവളുടെ വീട്ടിൽ നിൽക്കാത്തതിന് തിരിച്ച് ഗൾഫിൽ പോകുമ്പോഴും ഫോൺ വിളിച്ചാലും എടുക്കാറ് പോലും ഇല്ലായിരുന്നു. അവൻ അതത്ര കാര്യമാക്കി എടുക്കാതെ അവളുടെ വാശിക്ക് കൂട്ടു നിൽക്കാതെ വന്നപ്പോൾ പിന്നിൽ ഫോൺ എടുത്താൽ വിളിക്കുമെന്നല്ലാതെ ഇവിടെ വന്ന് ഉമ്മയോടും ഉപ്പയോടും ഒപ്പം ഒരു ദിവസം പോലും നിൽക്കാറുണ്ടായിരുന്നില്ല. കുഞ്ഞുങ്ങളായതോടെ മുലുകടി നിർത്തിയതിന് ശേഷം വരുമ്പോൾ അവൾ അവളുടെ അടുത്തും തൻ്റെ അടുത്തുമായി നിർത്താറാണ് പതിവ്. പണ്ടത്തെ ഓർമ്മകളിലേക്ക് ഊളിയിട്ടവൻ ഉമ്മയുടെ നിർത്താതെയുള്ള ചിരി കേട്ടാണ് വീണ്ടും ശ്രദ്ധ പോയത്. ഷാക്കിർ ഉമ്മയെ ഇക്കിളിയാക്കുകയാണ്. ഉമ്മയാണെങ്കിൽ ചിരി നിർത്താൻ പാടുപെടുന്നു. അവരുടെ രണ്ടുപേരുടെയും ചിരിയും ബഹളവും അവൻ്റെ ചുണ്ടിലും ചിരി നിറച്ചു. എല്ലാം കണ്ടുകൊണ്ട് ഡോറും ചാറി നിന്ന് അവരെ തന്നെ നോക്കി നിൽക്കുന്ന ഉപ്പ കണ്ണു തുടക്കുന്നത് കണ്ടു. അവൻ്റെ ചിരി മാഞ്ഞു. അറിയാം, സന്തോഷം കൊണ്ടാണെന്ന്. ഉപ്പ ഒന്ന് തൊണ്ട അനക്കി ശബ്ദമുണ്ടാക്കിയതോടെ ഷാക്കിറ ഉമ്മയുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റു. നല്ല അച്ചടക്കമുള്ള കുട്ടിയായി. എന്താണിവിടെ? ഉപ്പ ഗൗരവം നിറഞ്ഞ ശബ്ദത്തോടെ ചോദിച്ചപ്പോൾ അവൾ തല കുനിച്ച് ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഒന്ന് മൂളി ഉമ്മയുടെ അടുത്തായിരുന്നു. അതോടെ ഷാക്കിറ റൂമിലേക്ക് പോകാമെന്ന തീരുമാനത്തോടെ സ്റ്റെയറിന് മുന്നിലേക്ക് നടന്നു. ഒരു സ്റ്റെപ്പ് കയറാൻ നിൽക്കുമ്പോഴാണ് വല്ലാത്തൊരു നോട്ടവും ചിരിയും കൂടി കലർന്ന് താൻ മുത്തം നൽകിയ കവിളിൽ കൈപൊത്തി നിൽക്കുന്ന തന്നെ നോക്കി നിൽക്കുന്ന നിയാസിനെ കാണുന്നത്. ഉമ്മയുടെ പിണക്കം മാറ്റുന്നതിനിടയിൽ അത് മറന്നുപോയിരുന്നു. അവൻ്റെ ആ ഭാവം കണ്ടതോടെ പോയ നാണം ഇവിടെ നിന്നോ എന്നറിയാതെ അവളുടെ മുഖം ചുവന്നു തുടച്ചു. മുകളിലേക്ക് കയറി പോകാതിരിക്കാൻ വയ്യ. ഉമ്മ തനിച്ചായിരുന്നെങ്കിൽ ഇവിടെ ഒക്കെ ചുറ്റിപ്പറ്റി നിൽക്കായിരുന്നു. എന്നാൽ ഉമ്മയുടെ ചിരി കേട്ട് ഉപ്പയുടെ ഉറക്കവും പോയിട്ടുണ്ട്. അവൾ മെല്ലെ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൻ നിൽക്കുന്ന അരികല്ലാതെ മറ്റേ അരികിൽ കൂടി പടികൾ ചവിട്ടി. അവൻ നിൽക്കുന്ന സ്റ്റെപ്പ് എത്തിയതും അവൾക്ക് തടസ്സമായി മുന്നിൽ അവൾ നിന്നിരുന്നു. അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇനിയും അവളെ കളിയേക്കണ്ട എന്ന് തീരുമാനിച്ചത് പോലെ അവൾ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവനൊന്ന് കൺചിമ്പി വീണ്ടും മാറി നിന്നു. ഒരു ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ച് സ്റ്റെയറുകൾ ഓടിക്കയറി അവൾ.
അവൾ ഓടിക്കയറുന്നത് കണ്ടതും ഒരു ചിരിയോടെ കുറച്ചു നേരം നോക്കി നിന്നവൻ ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്ത് പോയിരുന്നു. എന്താ ഇനി ഇണകൾക്ക് ഉറക്കൊന്നുമില്ലേ? നീ ആ സുമ്മയുടെ മുഖത്ത് നോക്കി കള്ളച്ചിരിയോടെ ചോദിച്ചു. ഇത് ചോദിക്കാനാണോ നീ ഇപ്പോൾ ഉറങ്ങാതെ എഴുന്നേറ്റ് വന്നത്? ഉമ്മ അവൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഗൗരവം കലർത്തി ചോദിച്ചു. ഇതപ്പോൾ നന്നായേ, നല്ല പോലെ ഉറങ്ങായിരുന്നു. എന്നെ ഉറക്കെ ചിരിച്ചും ബഹളം വെച്ച് ഉണർത്തി. ഇപ്പോൾ എനിക്കായ കുറ്റം? അവനും ഇത്തിരി ഗൗരവം കലർത്തി ചോദിച്ചു. അവൾ പോയോടാ? ഉപ്പ ഷാക്കിറ പോയ വഴിയെ നോക്കി ചോദിച്ചു. അവൻ അതെ എന്ന രീതിയിൽ തലയിണക്കി. ആരൊക്കെ ഇവിടെ ചിരിക്കുന്നതും കരയുന്നതും എല്ലാം കണ്ടല്ലോ. അവനൊരു കളിയാക്കലോടെ ഉപ്പയെ നോക്കി. താൻ കണ്ണു തുടക്കുന്നത് അവൻ കണ്ടു എന്ന് മനസ്സിലായി. ഉപ്പ അവനെ നോക്കാൻ കഴിയാതെ കണ്ണുകൾ വെട്ടിച്ചു. കുറച്ചു നേരം മൗനം കെട്ടി നിന്നു അവർക്കിടയിൽ. ഉപ്പ, നമുക്ക് രാവിലെ തന്നെ പോകേണ്ടതല്ലേ? എനിക്ക് അവിടെ പോയി വന്നിട്ടാണ് ഹോസ്പിറ്റലിൽ പോവാൻ. ഉപ്പാക്ക് തൻ്റെ മുഖത്ത് നോക്കാൻ ഉള്ള ചമ്മൽ മനസ്സിലാക്കി അവൻ കാര്യത്തിലേക്ക് കടന്നു. അവൾ സമ്മതിച്ചോടാ? ഉമ്മ പിന്നെയും ചോദിച്ചു. ആ ബെസ്റ്റ്. ഇവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടാളും സംസാരിച്ചിട്ടുണ്ടാവുമെന്ന്. ഉമ്മയെ വീണു കളിയാക്കിയവൻ. ഒന്ന് പോടാ, അവൾ എൻ്റെ കുട്ടിയാ. ഞങ്ങൾ ചിലപ്പോൾ ഉറക്കെ കാര്യം ചിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ ചെവി പൊത്തിക്കോ. അല്ല പിന്നെ. ഉമ്മയുടെ സംസാരം കേട്ട് അവൻ വാ തുറന്നു പോയി. പിന്നെ അവൾ സമ്മതിക്കാതെ ഇരിക്കോ? അവൾ വന്നതിന് ശേഷമാണടാ ഇതൊരു വീടായത്. നീ ചെല്ല്, നമുക്ക് നേരത്തെ പോകേണ്ടതല്ലേ? ഉപ്പ അവനെ പറഞ്ഞു വിട്ടു. അവൻ സ്റ്റെപ്പുകൾ കയറുന്നതിടെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. ഉമ്മയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ഇരിക്കുന്ന ഉപ്പ. അവൻ്റെ മുഖം കൂടുതൽ തിളങ്ങി. നീ ഇവിടെ വന്നതിലുള്ള മാറ്റം അവർക്കിടയിൽ സ്നേഹം മാത്രമോ ഉള്ളൂ എങ്കിൽ രണ്ടുപേരും അത് കൂടുതൽ ആസ്വദിക്കുന്നത് ഷാക്കിറയെ കിട്ടിയതിന് ശേഷം ആണെന്ന് മാത്രം തോന്നിപ്പോയി. നിയാസ് റൂമിലേക്ക് എത്തിയപ്പോഴേക്കും ഷാക്കിറ ഉറങ്ങിയിരുന്നു. ചെരിഞ്ഞിത്തിരി വളഞ്ഞ് ചുമരിന് അഭിമുഖമായി കിടക്കുന്നവളെ കുറച്ചു നേരം നോക്കി നിന്നുപോയി അവൻ. വല്ലാത്തൊരു ഇഷ്ടം തോന്നിപ്പോയി. ആ നിമിഷം അവളോട് താഴെ തൻ്റെ ഉമ്മ മനസ്സറിഞ്ഞ് ചിരിക്കാൻ കാരണക്കാരിയായവൾ. കുറച്ചു നേരം ആ നിർത്തി നിന്നവൻ പിന്നെ വന്ന് ലൈറ്റ് കിടത്തി ബെഡ് ലാമ്പിട്ട് അവളോട് ചേർന്ന് കിടന്നു. വലതു കൈ കൊണ്ട് എടുത്തവളെ പൊതിഞ്ഞ്. വിവാഹം കഴിഞ്ഞൊരു വർഷം കഴിഞ്ഞില്ലെങ്കിലും അവരിപ്പോഴും ഒരു ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പോൾ മധുവിധ ആഘോഷിക്കുന്നേ ഉള്ളൂ. നേരം വെളുത്ത് നേരത്തെ ഉണരാൻ എല്ലാവരേക്കാളും ഉഷാറെന്ന് ഉമ്മാക്കായിരുന്നു. നിസ്കാരം കഴിഞ്ഞ് അടുക്കളയിൽ കയറി ഏറ്റവും സന്തോഷത്തോടെ എങ്ങോട്ടെങ്കിലും പോകാനോ മറ്റോ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഉമ്മ അങ്ങനെ അടുക്കളയിൽ കയറാനുള്ളതെന്ന്. നിയാസും ഭാര്യയും അവരുടെ അടുത്തല്ല താമസിച്ചിരുന്നത് കൊണ്ട് തന്നെ രണ്ടു പേർക്കുമുള്ള ഫുഡല്ലേ ഉണ്ടാക്കേണ്ടതുള്ളൂ. അത് ഗ്യാസ് അടുപ്പിൽ വെച്ച് പെട്ടെന്ന് തന്നെ കഴിയും. പിന്നെ ഉപ്പാക്കൊരു കാര്യത്തിൽ നിർബന്ധമില്ല. അടുക്കളയിലായാലും ക്ലീനിങ്ങിലായാലും ഒക്കെ സഹായിക്കും. വീട്ടുജോലി 2 മണിക്കൂർ കൊണ്ട് എല്ലാം തീരുന്നത് കൊണ്ടും രാവിലെയും വൈകുന്നേരം ഇത്തിരി ടൈം കൃഷിക്കായി 2 പേരും ഇറങ്ങും. ഇതായിരുന്നു അവരുടെ ലോകം. എന്നാൽ നിയാസ് വന്നതിന് ശേഷം വീട്ടുജോലിയിൽ കൂടുതലൊന്നുമില്ല. അവന് നിർബന്ധങ്ങളൊന്നുമില്ല. ഉമ്മയുടെ ഉപ്പയുടെ ഒപ്പം അവനും ഒഴിവുള്ള സമയങ്ങൾ കൃഷിക്കായാലും വീട്ടുജോലിക്കായാലും അവനും കൂടും. ഇന്ന് എന്താടോ രാവിലെ തന്നെ നല്ല പണിയിലാണല്ലോ? അടുക്കളയിൽ നിന്ന് തട്ടലും മുട്ടലും കേട്ട് വന്ന ഉപ്പ ചോദിക്കുന്നത് കേട്ട് ഉത്സാഹത്തോടെ ചിരിയോടെ തിരിഞ്ഞു നോക്കി. ആ, നിങ്ങൾക്ക് 2 പേർക്കും ആ കെട്ടിടം കാണാൻ പോവേണ്ടതല്ലേ? അപ്പോൾ പിന്നെ ഫുഡ് നേരത്തെ റെഡിയാക്കാമെന്ന് കരുതി. പറ്റുമെങ്കിൽ ഞങ്ങളും വരുന്നുണ്ട്. ഉമ്മ പറയുന്നത് കേട്ട് ഉപ്പയുടെ കണ്ണ് തള്ളിപ്പോയി. എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തേക്ക് പോകുമ്പോൾ കൂടെ വരാൻ പറഞ്ഞാൽ നിന്നിടത്തു നിന്നും അനങ്ങാത്ത ആളാണ് ഇപ്പോൾ പോകാൻ ആവേശം കാണിക്കുന്നത്. ഉപ്പ തന്നെ ചുഴിഞ്ഞു നോക്കുന്നത് കണ്ട് ഉമ്മ ഒന്ന് ചിരിച്ചു. തന്നെ ഇങ്ങനെ നോക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ ഉമ്മ പറഞ്ഞു. അത് പിന്നെ ഞങ്ങൾ 2 പേരല്ലേ ഷോപ്പ് നടത്തുന്നേ. അപ്പോൾ ഞങ്ങൾക്കും കൂടി ഇഷ്ടപ്പെടണ്ടേ? പിന്നെ വേണം. ഉപ്പ തനിക്ക് നീട്ടിയ ചായ കയ്യിലേക്ക് വാങ്ങിക്കൊണ്ട് പ്രത്യേക ഈണത്തിൽ പറഞ്ഞ് തലയാട്ടി. എൻ്റെ പഠിച്ചോനെ, ഒരു മരുമോളെ കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന സ്വഭാവമൊക്കെ മാറി. രണ്ടും കൂടി പാവങ്ങൾ. ഞങ്ങൾ 2 ആണുങ്ങൾ ഇത്തിരി പൊടിയെങ്കിലും ബാക്കി വെച്ചാൽ മതിയായിരുന്നു. ഒരിറക്ക് ചായ കുടിച്ചുകൊണ്ട് ഉപ്പ പറഞ്ഞു. ഷാക്കിറ എഴുന്നേറ്റപ്പോൾ റൂമിൽ നിയാസില്ല. ഈ തണുപ്പാങ്കാലത്ത് വർക്കൗട്ട് എന്ന് പറഞ്ഞ് പോകുന്നവരെ സമ്മതിക്കണമെന്ന് സ്വയം പറഞ്ഞാണ് ഷാക്കിറ ബെഡിൽ നിന്നും എഴുന്നേൽക്കുന്നത്. ഫ്രഷായി നിസ്കാരം കഴിഞ്ഞ് താഴേക്ക് ചെന്നപ്പോൾ ഉമ്മ എല്ലാം കഴുകി വെച്ച് അടുക്കി വെച്ച് തുടക്കുന്നതാണ് കണ്ടത്. അല്ലുമ്മ, ഇന്നെന്താ നിങ്ങൾ ഉറങ്ങിയില്ലേ? അടുക്കളയിൽ പലഹാരപാത്രവും കറിപ്പാത്രവും അടച്ചു വെച്ചത് കണ്ടപ്പോൾ തന്നെ എല്ലാം പണി കഴിഞ്ഞിട്ടുണ്ട് എന്ന് അവൾക്ക് ബോധ്യം വന്നപ്പോൾ അറിയാതെ ഉറക്കെ ചോദിച്ചു പോയി. ഡി, നീ ആ ലൗഡ് സ്പീക്കർ തുറക്കാതെ പോയി ഡ്രസ്സ് മാറ്റി വരാൻ നോക്ക്.
ഉമ്മയും അവളെ പറഞ്ഞ അതേ സൗണ്ടിൽ പറഞ്ഞപ്പോൾ അവൾ തൻ്റെ വാ പൊത്തിപ്പോയി. അമ്മായിമ്മയാണ്, മുന്നിൽ ഒച്ച ഉയർത്താൻ പാടില്ല. ഒരു നിമിഷം ആബിദിൻ്റെ വീട് ഓർമ്മ വന്നവൾക്ക്. അവൾ പതുങ്ങി, അല്ലാതെ ഒരിക്കലും അവരുടെ മുന്നിൽ നിന്ന് സംസാരിച്ചിട്ടില്ല. താൻ ഇങ്ങനെ പറഞ്ഞിട്ടും പോകാതെ നിൽക്കുന്നവളെ കണ്ട് ഉമ്മ ഒന്നുകൂടി നോക്കി. വായും പൊത്തി പേടി നിറഞ്ഞ മുഖത്തോടെ നിൽക്കുന്നവളെ കാണെ അവർ സ്വയം തലക്കടിച്ചു. അവർ മെല്ലെ അവളുടെ അടുത്തേക്ക് നടന്നു. കയ്യിൽ ഒരു ഗ്ലാസ് ചായ ഉണ്ടായിരുന്നു. അവളുടെ കൈ പിടിച്ചെടുത്ത് ആ ചായ ഗ്ലാസ് അവളുടെ കയ്യിൽ പിടിപ്പിച്ചു. നീ വാ പൊത്തി നിൽക്കാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇത് കുടിച്ചിട്ട് വേഗം ഒരുങ്ങി വാ, ഞാനും ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. ചായ കുടിച്ച് കഴിഞ്ഞ പാടെ നമുക്കും പോകണം അവരുടെ കൂടെ. അവൾ വേഗം ആ ചായ കുടിച്ചു. ഇങ്ങനെ അമ്മായിമ്മമാർ എന്ന രീതിയിൽ ഒരു ഡ്രസ്സ് പോലും എടുക്കാൻ കൊണ്ടുപോകാറുമില്ല ഐഷുമ്മ. ഒട്ടും പോവാൻ സമ്മതിക്കാറുമില്ല. തന്നെ മാത്രമല്ല, മരുമക്കളെ ആരെയും സമ്മതിക്കാറില്ല. സെജിന് പിന്നെ എന്ത് വന്നാലും വേണ്ടില്ല എന്ന് കരുതി ആയിഷുമ്മയുടെ വാക്ക് കേൾക്കാതെ പോവും. ഷാക്കിറ വാ പൊളിച്ച് നിൽക്കുന്നത് കണ്ട് ഉണ്ടായിരുന്ന ചിപ്സ് ആ വായിലേക്ക് തിരികെ വെച്ച് ഉമ്മയുടെ റൂമിലേക്ക് പോയി. ഉമ്മ പോകുന്നത് നോക്കി നിന്ന് അവൾക്ക് ആ ഉമ്മയെ ദിവസം കഴിയുന്തോറും അത്ഭുതമായിരുന്നു. തൻ്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും പെൺമക്കളായതിനാൽ അവർ മരുമകളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് കാണാൻ പറ്റില്ലല്ലോ. പിന്നെയുള്ളത് അനിയത്തിമ്മയുടെ അമ്മായിമാരാണ്. അതിന് അവർ വീട്ടിലേക്ക് നാം പോകാറേ ഇല്ല. കൂടാതെ അവർ രണ്ടുപേരും ജോലിയുള്ളവരുമാണ്. ഷാക്കിറ തൻ്റെ കയ്യിലിരുന്ന ചായ കുടിച്ച് കപ്പ് കഴുകി വെച്ച് ഉമ്മ പറഞ്ഞതുപോലെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി റൂമിലേക്ക് പോയി. പിന്നെ അവൾക്കും ഡ്രസ്സ് മാറ്റാൻ ഉത്സാഹമായിരുന്നു. ദീപയുടെ കൂടെ മെറ്റീരിയൽ വാങ്ങാനും അനിയത്തിമാരുടെ കൂടെ എപ്പോഴെങ്കിലും ഒരു ഔട്ടിങ്ങും അല്ലാതെ ജീവിതത്തിലെ സന്തോഷങ്ങൾ എല്ലാം അവൾക്ക് ലഭിക്കുന്നത് ഇപ്പോഴാണ്. ഉള്ളതിൽ ഏറ്റവും നല്ലൊരു ഡ്രസ്സ് തന്നെ തിരഞ്ഞെടുത്തു. മൂളിപ്പാട്ടോടെ ധരിക്കുമ്പോഴാണ് ഡോറിൻ്റെ ലോക്കിൽ പിടിച്ച് തിരിക്കുന്നതറിഞ്ഞത്. സന്തോഷത്തിൽ മതിമറന്ന് ഡ്രസ്സ് മാറ്റുന്നതിൽ ആ ഡോറിൻ്റെ ലോക്കിടാൻ മറന്നിരുന്നു. ചെറിയൊരു മൂളിപ്പാട്ട് കേൾക്കുന്നത് കൊണ്ട് തന്നെ കൈയോടെ പിടിക്കാമെന്ന് കരുതി വേഗത്തിൽ ഡോർ തുറന്ന നിയാസ് അവിടെ തന്നെ നിന്നുപോയി. ആദ്യമായാണ് രണ്ടുപേരും ഇങ്ങനെ ഒരവസ്ഥയിൽ കാണുന്നത്. ചുരിദാർ ടോപ്പ് തലയെ വേഗത്തിലിട്ട് തിരിഞ്ഞപ്പോൾ തന്നെ പുറകിലുള്ള നിയാസിൻ്റെ നെഞ്ചിൽ ചെന്ന് ഇടച്ചു. അവൾക്ക് അവനെ മുഖം ഉയർത്തി നോക്കാൻ കഴിഞ്ഞില്ല. അവനിൽ നിന്നും എങ്ങനെ രക്ഷപ്പെട്ടു പോകുമെന്നൊരു ചിന്തയോടെ അവനെയും കടന്നു പോകാൻ നിന്നവളെ ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ വാരിപ്പുണർന്നിരുന്നു. ഒന്നും പറയാതെ തന്നെ വാരിപ്പുണർന്നവനെ മുഖം ഉയർത്തിയൊന്ന് നോക്കിയവൾ കണ്ണും ചിമ്പി നിൽക്കുകയാണ്. ഒന്ന് കുതറി നോക്കിയെങ്കിലും ആ മുറുക്കത്തിൽ നിന്ന് ഇത്തിരി പോലും അഴിഞ്ഞതേയില്ല. കാറ്റുപോലും കടക്കാൻ കഴിയാത്ത വിധം ഉള്ള അവൻ്റെ ആ നൃത്തം കുറച്ചു നേരം അങ്ങനെ നിറഞ്ഞു. കുറച്ചു നേരത്തിനപ്പുറം അവൻ ആ കൈ അയച്ചു അവളുടെ നെറുകയിൽ നിന്നും മുത്തി. താങ്ക്സ് എലോട്ട്, അവൻ മൃദുവായി പറഞ്ഞു. താൻ ഇന്നർവെയർ മാത്രമായി നിൽക്കുന്നത് അവൻ കണ്ടോ എന്ന നിലയിൽ ചമ്മലോടെ നിന്നിരുന്ന അവൻ താങ്ക്സ് പറഞ്ഞപ്പോൾ എന്തിനെന്നറിയാതെ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. ഒപ്പം താൻ പ്രതീക്ഷിച്ചതുപോലെ അവനൊന്നും കണ്ടില്ലെന്നുള്ള സമാധാനവും ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഒരുപാട് വർഷങ്ങൾക്കിപ്പുറമാണ് ഉമ്മയെ ഞാൻ ഇത്തരം സന്തോഷത്തോടെയും ആക്റ്റീവോടെയും കാണുന്നത്. എല്ലാം നീ വന്നതിന് ശേഷമാണ് ഷാക്കിറ. അല്ല, ഞാനിവിടേക്ക് വരുമ്പോൾ ഒരു പാട്ട് കേട്ടല്ലോ, താൻ പാടോ? അവനൊരു അത്ഭുതത്തോടെ അവളോട് ചോദിച്ചു. ഒന്നും കണ്ടില്ലെന്ന സമാധാനത്തോടെ വിചാരിച്ചെന്ന അവൾ ഇപ്രാവശ്യം പെട്ടു. അടങ്ങാത്ത സന്തോഷമെല്ലാം വരുമ്പോൾ അറിയാതെ മൂളിപ്പോകുന്നതാണ്. അത് വിവാഹത്തിന് മുമ്പ് മാത്രം ഉണ്ടായിരുന്ന ശീലം. വിവാഹം കഴിഞ്ഞതോടെ പെണ്ണുങ്ങളുടെ ശബ്ദം പുറത്തേക്ക് കേൾക്കരുതെന്ന നിയമമുണ്ടായിരുന്നു. പക്ഷേ ഐഷുമ്മയുടെ ശബ്ദം ആ വീട്ടിൽ മാത്രമല്ല, വീടിന് പുറത്തേക്കും കേട്ടിരുന്നെന്ന് മാത്രം. ആബിദിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം അങ്ങനെ അടക്കാൻ കഴിയാത്ത സന്തോഷമോ മൂളിപ്പാട്ടോ ഉണ്ടായിട്ടില്ലെന്നതാണ് സത്യം. വിവാഹം കഴിഞ്ഞതോടെ തൻ്റെ വീട്ടിൽ അനുഭവിച്ചിരുന്ന ഒരു സ്വാതന്ത്ര്യവും അനുഭവിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം ഇത് തൻ്റെ വീടല്ലെന്ന് ഒരു നിമിഷം പോലും തോന്നിയിട്ടില്ല എന്നതാണ് സത്യം. അത് പിന്നെ ഞാൻ അറിയാതെ അവൾ വിക്കി ആകെ വിയർത്തു കുളിച്ചു. ഒന്നാമത് അവൻ തൊട്ടടുത്ത് നിൽക്കുന്നതിൻ്റെ തന്നെ പുണർന്നു നിന്നതിൻ്റെയും ഒക്കെ പ്രതിഫലമായി ഹൃദയം പടപട മിടിച്ചുകൊണ്ടേയിരുന്നു. ആഹാ, അറിയാതെ പാടിയിട്ട് ഇങ്ങനെ ആണെങ്കിൽ അറിഞ്ഞ പാടുമ്പോൾ എങ്ങനെ ഇരിക്കും? അവൻ അവളുടെ അടുത്തേക്ക് ഒന്നുകൂടി നീങ്ങി. എനിക്കിഷ്ടായി അവൻ തലയാട്ടി പ്രത്യേക ഈണത്തിൽ ഒരു വഷളം ചിരിയോടെ പറഞ്ഞു. പാട്ട് മാത്രമല്ലടോ, എല്ലാം ഇഷ്ടായി. അവളുടെ ചെവിയിൽ മൃദുവായെന്ന് പറഞ്ഞപ്പോൾ അവളൊന്ന് പിടഞ്ഞു. മോനെ താഴെ നിന്നും ഉമ്മയുടെ വിളി. അതേ, എനിക്ക് അവൻ ഉമ്മയുടെ വിളി കേട്ടെങ്കിലും വീണ്ടും ഷാക്കിറയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മയുടെ വിളി വീണ്ടും കേട്ടു.
അത് ആദ്യത്തേലും അടുത്തു നിന്നും. ഇനിയും തങ്ങൾ ഈ നിർത്തി നിന്നാൽ ഉമ്മ വടിയെടുക്കുമെന്ന് തോന്നിയതും രാത്രി പറയാമെന്ന് പറഞ്ഞവൻ അവളെ വിട്ടു. നിയാസ് റൂമിൽ നിന്നും പുറത്തു പോയതോടെ നെഞ്ചിൽ കൈവച്ച് ശ്വാസം ആഞ്ഞു വിട്ടവൾ. പാട്ടു മാത്രമല്ല വേറെയും ഇഷ്ടമായെന്ന് പറഞ്ഞപ്പോൾ അയ്യേ അതോർക്കെ വിരൽത്തുമ്പ് കടിച്ചവൾ. അവനിൽ നിന്നും രക്ഷപ്പെട്ട് താഴെ വന്നതിന് ശേഷം ഷാക്കിറ പിന്നെ അവനെ നോക്കിയതേ ഇല്ല. എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ നിയാസിൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടെ അവളെ തേടി ചെന്നെങ്കിലും അവൾ തല ഉയർത്താതെ കഴിച്ചു കൊണ്ടിരുന്നു. മോൾക്കിതെന്താ പറ്റിയേ? നീ അവളെ വഴക്ക് പറഞ്ഞോടാ? ഉമ്മ ചോദിച്ചപ്പോൾ നിയാസ് ഇല്ലെന്ന് തലയാട്ടി. ഒരു നോട്ടം അവനിൽ തടഞ്ഞപ്പോൾ തന്നെ നോക്കി ചിരിക്കുന്നത് കാണെ അവൾ വീണ്ടും തല താഴ്ത്തി വേഗം കഴിച്ചു തീർത്തു എണീറ്റു. ഈ പെണ്ണിന് ഇതെന്താ പറ്റി? ഉമ്മ സ്വയം പറഞ്ഞു പോയി. അല്ലെങ്കിൽ എല്ലാവരുടെയും കഴിക്കൽ കഴിഞ്ഞാലും അവളുടെ പാത്രത്തിലുള്ളത് അനങ്ങിയിട്ടുണ്ടാവില്ല എന്ന സ്ഥലത്ത് എത്ര പെട്ടെന്ന് അവൾ എഴുന്നേറ്റ് പോയത്. അവൾ എഴുന്നേറ്റ് പോയതിനു ശേഷം ഇരുന്ന് കഴിക്കുന്നവൻ ഉമ്മയുടെ സംസാരം കേട്ട് തല ഉയർത്തിയപ്പോൾ ഉമ്മ അവനെ കണ്ണുരുട്ടി നോക്കി. ഇതെന്ത് കൂത്ത്? അവൾ മിണ്ടാത്തതിനും വേഗം കഴിച്ചും എഴുന്നേറ്റിനും ഞാനെന്ത് പിഴച്ചു? തിരിച്ചു ഉമ്മാക്കും കണ്ണുരുട്ടി കൊടുത്തവൻ പറയുമ്പോൾ ആ ചുണ്ടിൽ ചിരിയായിരുന്നു. ഉമ്മയും ഷാക്കിറയും ബാക്ക് സീറ്റിലായിരുന്നു ഇരുന്നത്. ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കാർ സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പേ അവളെ ഒന്ന് പാളി നോക്കിയെങ്കിലും അവൾ അവനെ നോക്കിയതേയില്ല. അവനൊരു ചിരിയോടെ അവൾ പാടിയിരുന്ന പാട്ടൊന്ന് മൂടി. തൻ്റെ ചുരിദാറിൻ്റെ ഷോൾ പിടിച്ചിടുന്ന തിരക്കിൽ തന്നെ അറിയാതെ അവനെ നോക്കിപ്പോയി. മുന്നിലും കൊണ്ണാടിയിലൂടെ പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അവനെ വണ്ടിയെടുത്തു. കെട്ടിടത്തിന് മുന്നിൽ കാർ പാർക്കിംഗ് ഏരിയയിൽ കാർ നിർത്തി. ഷാക്കിറയും ഉമ്മയുടെ കൂടെ നടക്കാൻ തുടങ്ങുമ്പോഴും അവളുടെ കയ്യിൽ പിടുത്തമിട്ടിരുന്നു അവൻ. ഉമ്മയുടെയും ഉപ്പയുടെയും ഇടയിൽ നിന്നെങ്ങനെ അവനെങ്ങനെ ചെയ്യുമെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. അവൾ ദയനീയമായി അവനെ നോക്കി വിടാൻ പറഞ്ഞു. ഇപ്പോൾ വിടാം, പക്ഷെ ഞാൻ ചോദിക്കുന്നത് തരുമെന്ന് സമ്മതിച്ചാൽ. അവൻ അവൾക്ക് കേൾക്കാൻ മാത്രം ശബ്ദത്തിൽ പറഞ്ഞു. താനിതിന് സമ്മതിക്കാതെ അവൻ കൈവിടില്ലെന്ന് മനസ്സിലായതോടെ സമ്മതം എന്ന രീതിയിൽ അവൾ തലയാട്ടി. പിന്നെ വാക്ക് മാറരുത് കേട്ടോ, പറഞ്ഞേക്കാം. അവനൊന്നുകൂടെ അടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞു. അവൾ ഉമ്മയും ഉപ്പയും നോക്കി. ഒന്ന് തിരിഞ്ഞാൽ ഇതെല്ലാം കാണും. ഇല്ല, മാറില്ല, ധൃതിയിൽ പറഞ്ഞു പോയി അവൾ. എത്രയും വേഗം അവനൊന്ന് വിട്ടുനിന്നെങ്കിൽ എന്ന് തോന്നിയിരുന്നു അവൾക്ക്. താഴെയും മുകളിലുമായി സമചതുരം പോലെ ഒരു കെട്ടിടം. ഗ്രൗണ്ടിലും അപ്സ്റ്റെയറുമെല്ലാം അത്യാവശ്യം സൗകര്യങ്ങളുണ്ട്. മോളെ, നമുക്കിവിടെ സ്റ്റിച്ചിങ് ആക്കാം, താഴെ ഡിസ്പ്ലേയും. ഉമ്മ അവിടെയെല്ലാം ചുറ്റിക്കൊണ്ട് പറഞ്ഞു. 4 പേർക്കും ഒരുപോലെ ഇഷ്ടമായി. എന്നാൽ നമുക്ക് ഉറപ്പിക്കാം, ഉപ്പ ഫൈനൽ ഡിസിഷൻ എന്നതുപോലെ പറഞ്ഞു. കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 4 പേരുടെയും മുഖം തെളിഞ്ഞിരുന്നു. എന്നാൽ ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. അതിൻ്റെ ഉടമസ്ഥനോട് ഉപ്പ സംസാരിച്ചിരിക്കുമ്പോൾ ഒരു കാർ കൂടെ അവിടേക്ക് വന്നു. കാറിൽ നിന്നും ആദ്യം ഇറങ്ങിയത് ആബിദായിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.